പ്രൈമറി ബാറ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായിട്ടുള്ള ഡ്രൈ സെല്ലിനെ പറ്റി നമുക്ക് കൂടുതലായിട്ടൊന്ന് പഠിക്കാം. അതിനായിട്ട് ഡ്രൈ സെൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഡ്രൈ സെൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആയിരിക്കുമ്പോൾ മുറിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു ഡ്രൈ സെല്ലിനെ മുറിച്ച് വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നാണ് ഈ ഒരു ഫിഗർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ഒരു ഇലക്ട്രോഡ് കാണാനായിട്ട് സാധിക്കും അല്ലേ? ഈ ഇലക്ട്രോഡാണ് കാർബൺ റോഡ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് റോഡ്. ഈ റോഡാണ് ഡ്രൈ സെല്ലിലെ കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ മുഴുവൻ സെറ്റപ്പും ഒരു കണ്ടെയ്നറിലാണ് എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു സിങ്ക് കണ്ടെയ്നറാണ്. ഈ സിങ്ക് കണ്ടെയ്നർ അല്ലെങ്കിൽ സിങ്ക് കപ്പാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഇത്തരത്തിലുള്ള ഡ്രൈ സെൽ അല്ലെങ്കിൽ ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ആ ബാറ്ററിയുടെ ഏറ്റവും സെൻറ്റർ പൊസിഷനിലായിട്ട് ഒരു റോഡ് നിൽക്കുന്നത് അല്ലേ? ഈ റോഡാണ് നമ്മുടെ കാഥോഡ്. ഈ കാഥോഡിന് ചുറ്റുമായിട്ട് മാംഗനീസ് ഡയോക്സൈഡിൻ്റെയും കാർബണിൻ്റെയും ഒരു മിക്സ്ചർ കാണാം. അതിനെയും ചുറ്റിക്കൊണ്ട് അമോണിയം ക്ലോറൈഡിൻ്റെയും സിങ്ക് ക്ലോറൈഡിൻ്റെയും ഒരു പേസ്റ്റ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഈ അമോണിയം ക്ലോറൈഡിൻ്റെയും സിങ്ക് ക്ലോറൈഡിൻ്റെയും പേസ്റ്റാണ് ഇലക്ട്രോലൈറ്റായിട്ട് പ്രവർത്തിക്കുന്നത്. ഒന്നുകൂടെ ഓർക്കണം, ഈ ഡ്രൈ സെല്ലിൽ കാഥോഡ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ കാർബൺ റോഡാണ്. ആനോഡ് എന്ന് പറയുന്നത് ഇതെല്ലാം എൻക്ലോസ് ചെയ്തിട്ടുള്ള സിങ്ക് കപ്പ് അല്ലെങ്കിൽ സിങ്ക് കണ്ടെയ്നറാണ്. ഇതുകൂടാതെ അമോണിയം ക്ലോറൈഡിൻ്റെയും സിങ്ക് ക്ലോറൈഡിൻ്റെയും പേസ്റ്റാണ് ഇലക്ട്രോലൈറ്റായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള സെല്ലുകളിൽ ഇപ്പോൾ റിയാക്ഷൻ നടക്കുക എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാവുന്ന പോലെ തന്നെ ആനോഡിൽ ഓക്സിഡേഷൻ റിയാക്ഷനും കാഥോഡിൽ റിഡക്ഷൻ റിയാക്ഷനുമാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിൽ നടക്കുക അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കൂ, ഈ ഡ്രൈ സെല്ലിലെ ആനോഡായിട്ടുള്ള സിങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. സിങ്ക് സോളിഡ് 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് സിങ്ക് 2+ അയോണുകളായിട്ട് മാറുന്നു. ഇവിടെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന റിയാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും ഇറ്റ് ഈസ് ആൻ ഓക്സിഡേഷൻ. അതായത് സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ച് സിങ്ക് 2+ അയോണുകളായിട്ട് മാറി. അതോടൊപ്പം തന്നെ 2 ഇലക്ട്രോണുകളെയും വിട്ടുകൊടുത്തു. അപ്പം ആനോഡിൽ ഫോം ചെയ്ത ഈ 2 ഇലക്ട്രോണുകൾ സിങ്കിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത് അല്ലേ? സിങ്ക് കണ്ടെയ്നറിൽ. ഈ സിങ്ക് കണ്ടെയ്നറിൽ നിന്ന് ഈ 2 ഇലക്ട്രോണുകൾ എവിടേക്ക് എത്തും? നമ്മുടെ കാഥോഡിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ ഇലക്ട്രോലൈറ്റിൽ നിന്ന് അമോണിയം അയോണുകൾ ഈ കാഥോഡിൽ വന്ന് ഈ ഇലക്ട്രോണുകളെ അങ്ങ് സ്വീകരിക്കും. ഈ അമോണിയം അയോണുകളാണ് NH4 എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്, NH4+ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അമോണിയം അയോണുകൾ ഗ്രാഫൈറ്റിൽ വന്ന് കാഥോഡിൽ എത്തിയിരിക്കുന്ന ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും അവ അമോണിയയും ഹൈഡ്രജനുമായിട്ട് മാറുകയും ചെയ്യുന്നു. ഈ റിയാക്ഷനാണ് കാഥോഡിൽ നടക്കുന്നത്. നോക്കൂ, നമുക്കിവിടെ റിയാക്ഷൻ ശ്രദ്ധിച്ചാലായിട്ട് മനസ്സിലാകും. MnO2+ NH4++ ഇലക്ട്രോൺ ഗീവ്സ് MnOOH+ NH3. അതായത് ഇലക്ട്രോലൈറ്റിലെ അമോണിയം അയോണുകൾ ഇലക്ട്രോണുകളെ സ്വീകരിച്ച് അമോണിയായിട്ട് മാറുന്നു. അതോടൊപ്പം തന്നെ ഹൈഡ്രജനും ഉണ്ടാകുന്നുണ്ട്. ഈ ഹൈഡ്രജൻ മാംഗനീസ് ഡയോക്സൈഡിനെ റിഡക്ഷൻ സംഭവിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് MnOOH എന്ന കോമ്പൗണ്ടാക്കി മാറ്റുകയും ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള മാംഗനീസ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്കായിട്ട് മാറുന്നത്. അപ്പോൾ കാഥോഡിക് റിയാക്ഷൻ്റെ ഫലമായിട്ട് ഇതൊരു റിഡക്ഷനാണ് അല്ലേ? നോക്കൂ, +4 എന്നുള്ളത് +3 ആയിട്ട് മാറി. ഇപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷനാണ്. ഇപ്പോൾ റിഡക്ഷൻ സംഭവിച്ചു, അതോടൊപ്പം തന്നെ അമോണിയയും ഫോം ചെയ്തു. ഇത്രയും റിയാക്ഷനുകളാണ് കാഥോഡിലും ആനോഡിലും സംഭവിക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട്, ഇത്തരത്തിലുള്ള റിയാക്ഷൻ്റെ ഫലമായിട്ട് ഡ്രൈ സെല്ലുകൾ സാധാരണയായിട്ട് സെൽ പൊട്ടൻഷ്യൽ കാണിക്കുന്നു. ഡ്രൈ സെല്ലുകൾ സാധാരണ കാണിക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നിയർലി 1.5 വോൾട്ട് ആണ്. ഏകദേശം 1.5 വോൾട്ട് ആയിരിക്കും ഇത്തരത്തിലുള്ള ഡ്രൈ സെല്ലുകളുടെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്.
നമുക്കറിയാം നമ്മൾ ടോർച്ചിൻ്റെ ബാറ്ററികളിലായിട്ടും അതുപോലെ തന്നെ ക്ലോക്കുകളിലും ഒക്കെ ഇത്തരം ഡ്രൈ സെല്ലുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇതിൽ മറ്റൊരു റിയാക്ഷൻ കൂടെ സാധാരണയായിട്ട് നടക്കാറുണ്ട്. ആനോഡിൽ രൂപപ്പെട്ട സിങ്ക് അയോണുകളും കാഥോഡിൽ രൂപപ്പെട്ട അമോണിയയും തമ്മിൽ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു കോംപ്ലക്സും ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ZnNH3 4 2+. ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ഫോർമേഷൻ വരുമ്പോഴാണ് ആ ബാറ്ററി ഡെഡായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇത്തരം ബാറ്ററികളുടെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ചിലപ്പോഴെല്ലാം ഇതിന് ഇത്രയും സെൽ പൊട്ടൻഷ്യൽ കാണിക്കാനായിട്ട് സാധിക്കാറില്ല. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുക. മറ്റൊന്ന്, കുറേ നാളുകൾ ഈ ബാറ്ററി നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരുന്നാൽ പോലും ഈ ബാറ്ററി ഡെഡായതായി കാണപ്പെടുന്നു. എന്താണ് അതിന് കാരണം? അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇവിടെ ഇലക്ട്രോലൈറ്റായി പ്രവർത്തിക്കുന്നത് അമോണിയം ക്ലോറൈഡിൻ്റെയും സിങ്ക് ക്ലോറൈഡിൻ്റെയും ഒരു പേസ്റ്റാണ് അല്ലേ. ഈ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ക്ലോറൈഡ് അയോണുകൾ നമ്മുടെ സിങ്ക് കണ്ടെയ്നറിലെ സിങ്കുമായിട്ട് റിയാക്ട് ചെയ്ത് സിങ്ക് ക്ലോറൈഡായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സിങ്ക് ക്ലോറൈഡായിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുക? സിങ്ക് കപ്പിന് അല്ലെങ്കിൽ സിങ്ക് കണ്ടെയ്നറിന് ഓക്സിഡേഷൻ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അതായത് ഈ ബാറ്ററി നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരുന്നാൽ പോലും ആ ഒരു ബാറ്ററികളിൽ ഓക്സിഡേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആനോഡിക് റിയാക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ബാറ്ററികൾ വളരെ പെട്ടെന്ന് ഡെഡായി പോകുന്നതായിട്ട് കാണാം. ഇതാണ് ഡ്രൈ സെല്ലിനെ പറ്റിയിട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഡ്രൈ സെല്ലിൻ്റെ ഉപയോഗങ്ങൾ നിങ്ങൾ മറക്കരുത്. നമ്മൾ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററിക്ക് ഉദാഹരണമാണ് ഡ്രൈ സെൽ. ക്ലോക്കുകളിൽ, അതുപോലെ തന്നെ ടോർച്ചുകളിൽ, അതുപോലെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ എല്ലാം നമ്മൾ ഡ്രൈ സെൽ ഉപയോഗിക്കുന്നു. പ്രൈമറി ബാറ്ററീസിൻ്റെ രണ്ടാമത്തെ എക്സാമ്പിളായിട്ടുള്ള മെർക്കുറി സെല്ലിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. മെർക്കുറി സെല്ല് വളരെ ചെറിയ സൈസുള്ള ഒരു ബാറ്ററികളാണ്. ഇത്തരം ബാറ്ററികൾ സാധാരണയായിട്ട് വാച്ചുകളിൽ, കാൽക്കുലേറ്ററുകളിൽ, അതുപോലെ ഹിയറിംഗ് എയ്ഡ്സിൽ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് ഇത്തരം ബാറ്ററികളിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? എന്ത് തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ് ഇത്തരം ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിൽ നടക്കുന്നത് എന്നൊന്ന് നമുക്ക് പഠിക്കാം. അതിനായിട്ട് മെർക്കുറി സെല്ലിലെ ആനോഡ്, എന്താണ് ആനോഡ്? ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെയാണ് ആനോഡ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ സിങ്ക് അമാൽഗമാണ് ആനോഡായിട്ട് ഉപയോഗിക്കുന്നത്. സിങ്ക് അമാൽഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്കിൻ്റെയും മെർക്കുറിയുടെയും ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ സിങ്ക് അമാൽഗം എന്ന് പറയുക. കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത് മെർക്കുറിക് ഓക്സൈഡിൻ്റെയും കാർബണിൻ്റെയും ഒരു മിക്സ്ചറാണ്. ഇത്തരം സെല്ലുകളിൽ ഇലക്ട്രോലൈറ്റായിട്ട് പ്രവർത്തിക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെയും സിങ്ക് ഓക്സൈഡിൻ്റെയും ഒരു പേസ്റ്റാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കണം. ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് അമാൽഗമാണ്, അതായത് മെർക്കുറിയുടെയും സിങ്കിൻ്റെയും ഒരു മിക്സ്ചർ. കാഥോഡ് മെർക്കുറിക് ഓക്സൈഡിൻ്റെയും കാർബണിൻ്റെയും ഒരു മിക്സ്ചറാണ്. ഇലക്ട്രോലൈറ്റായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിൻ്റെയും സിങ്ക് ഓക്സൈഡിൻ്റെയും ഒരു പേസ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരം സെല്ലുകളിൽ എന്ത് റിയാക്ഷനാണ് നടക്കുക എന്നൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് അമാൽഗമാണ് എന്ന്. ഇവിടെ സിങ്ക് അമാൽഗം റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ZnHg എന്നാണ് സിങ്ക് അമാൽഗത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? ഓക്സിഡേഷനാണ് അല്ലേ. ഇവിടെ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചുകൊണ്ട് സിങ്ക് 2+ അയോണുകളായിട്ട് മാറുന്നു. സിങ്ക് 2+ അയോണുകളായിട്ട് മാറുമ്പോൾ നമുക്കറിയാം അവിടെ 2 ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കപ്പെടുന്നു. ഇത്തരത്തിലുള്ള സിങ്ക് അയോണുകൾ OH- അയോണുകളുമായിട്ട് പ്രവർത്തിച്ച് സിങ്ക് ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യുന്നു. ഈ ഒരു റിയാക്ഷനാണ് ആനോഡിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആനോഡിൽ നടക്കുന്ന റിയാക്ഷനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ZnHg plus 2OH- gives ZnO solid plus H2O plus 2 ഇലക്ട്രോൺ. സിങ്കിനാണ് അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അതിനുശേഷം സിങ്ക് OH- അയോണുകളുമായിട്ട് പ്രവർത്തിച്ച് സിങ്ക് ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്നു.
ഇവിടെ 2 പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, സിങ്ക് ഓക്സൈഡും വാട്ടറും. ഇനി കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത് മെർക്കുറിക് ഓക്സൈഡ് ആണ്, അതായത് HgO, മെർക്കുറിയുടെ ഓക്സൈഡ്. മെർക്കുറിക് ഓക്സൈഡിൻ്റെയും കാർബണിൻ്റെയും മിക്സറാണ് നമ്മൾ കാഥോഡായിട്ട് എടുക്കുന്നത്, അല്ലേ? ഇവിടെ കാഥോഡിൽ റിഡക്ഷൻ റിയാക്ഷനാണ് നടക്കുക എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം മെർക്കുറിക് ഓക്സൈഡുകൾ ആനോഡിൽ ഫോം ചെയ്ത 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് മെർക്കുറിക് ഓക്സൈഡിന് റിഡക്ഷൻ സംഭവിക്കുകയും മെർക്കുറി ആയിട്ട് മാറുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആനോഡിൽ ഫോം ചെയ്ത വാട്ടർ മോളിക്യൂളിനെ കാഥോഡിലെ റിയാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കാഥോഡിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക? HgO plus H2O plus 2 electron gives Hg liquid plus 2OH minus. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മെർക്കുറിക് ഓക്സൈഡ് 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് റിഡക്ഷൻ സംഭവിക്കുകയും അത് മെർക്കുറിയായി മാറുകയും ചെയ്യുന്നു. ഇത്തരം റിയാക്ഷനുകളാണ് സാധാരണയായിട്ട് മെർക്കുറിക് സെല്ലുകളിൽ നടക്കുന്നത്. കുറച്ചധികം കാലം ഉപയോഗിക്കാവുന്ന പ്രൈമറി ബാറ്ററികൾക്ക് ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള മെർക്കുറിക് സെല്ലുകൾ. ഇനി ഇത്തരം മെർക്കുറി സെല്ലുകളുടെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.35 വോൾട്ട് ആണ്. ഡ്രൈ സെല്ലിനെ അപേക്ഷിച്ച് ഇതിൻ്റെ സെൽ പൊട്ടൻഷ്യൽ കുറച്ച് കുറവാണ്, അല്ലേ? ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് മെർക്കുറി സെല്ലിൻ്റെ ഓവറോൾ റിയാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുക? ഓവറോൾ റിയാക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആനോഡിലെ റിയാക്ഷനും കാഥോഡിലെ റിയാക്ഷനും ഒന്നിച്ച് അല്ലെങ്കിൽ ഒരുമിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഓവറോൾ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഒന്ന് എഴുതി നോക്കൂ. നമുക്കറിയാവുന്ന ആനോഡിലെ റിയാക്ഷനും കാഥോഡിലെ റിയാക്ഷനും ഒന്ന് യോജിപ്പിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സിങ്ക് Hg, അതായത് സിങ്ക് അമാൽഗം പ്ലസ് മെർക്കുറിക് ഓക്സൈഡ് HgO gives ZnO solid plus Hg liquid. ഇവിടെ 2 റിയാക്ഷൻസിനെയും, കാഥോഡിലെ റിയാക്ഷനെയും ആനോഡിലെ റിയാക്ഷനെയും ഒന്നിച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഓവറോൾ റിയാക്ഷനിലെ കോമൺ കമ്പോണൻ്റ് ആയിട്ടുള്ള H2O നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ OH മൈനസ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതുപോലെ 2 ഇലക്ട്രോണുകളും തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ ഓവറോൾ റിയാക്ഷൻ എഴുതിയിരിക്കുന്നത്. ഓർക്കണം, മെർക്കുറി സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.35 വോൾട്ട് ആണ്. ഇത് കുറച്ചധികം കാലം ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള പ്രൈമറി ബാറ്ററികൾക്ക് ഉദാഹരണമാണ്. എന്തുകൊണ്ടാണ് കുറച്ചധികം കാലം ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്? ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിലെ ഒരു സ്പീഷീസിൻ്റെയും കോൺസെൻട്രേഷന് കുറച്ച് നാളത്തേക്ക് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പീഷീസിൻ്റെ കോൺസെൻട്രേഷൻ കുറയുകയോ മറ്റോ സംഭവിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് ഈ ബാറ്ററികൾ ഡെഡ് ആവുന്നത്. എന്നാൽ ഇവിടെ ഒരു സ്പീഷീസിൻ്റെയും കോൺസെൻട്രേഷന് യാതൊരുവിധ വ്യത്യാസവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ കുറച്ചധികം കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെർക്കുറി സെല്ലിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ടുള്ളത്.